നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ തലച്ചോറിലും നട്ടെല്ലിലും ഉണ്ടാകുന്ന നിരവധി അസുഖങ്ങൾ കൂടാതെ അപകടങ്ങളിലും മറ്റുമുണ്ടാകുന്ന പരിക്കുകൾ മൂലം ഞരമ്പുകൾക്കുണ്ടാകുന്ന ക്ഷതങ്ങൾ, മുറിവുകൾ ഇവയ്ക്കെല്ലാം ശസ്ത്രക്രിയയിലൂടെ പരിഹാരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ശസ്ത്രക്രിയകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, എപ്പോഴെല്ലാമാണ് ശസ്ത്രക്രിയകൾ വേണ്ടിവരുന്നത്, ഈ രംഗത്തുണ്ടായിട്ടുള്ള നൂതന മാർഗങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് തൃശൂർ കെയർവെൽ ക്ലിനിക്കൽ സെന്ററിലെ MD-യും കൺസൾട്ടന്റ് ന്യൂറോ സർജനും സ്പൈൻ സർജനുമായ ഡോക്ടർ രാംകുമാർ മേനോൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും, ഇതുപോലെ ആക്സിഡൻറ്റ്സ് ഒരുപാട് ഉണ്ടാവുന്ന ഒരു സമയമാണ്. തലച്ചോറിനും നട്ടെല്ലിനും ഒക്കെ ധാരാളം ക്ഷതങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏതെല്ലാം അവസരങ്ങളിലാണ്, ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ശസ്ത്രക്രിയയിലൂടെ പരിഹാരങ്ങളുള്ളത്? ട്രഡീഷണലി നമ്മൾ ഈ ന്യൂറോ സർജറി എന്ന് പറയുമ്പോൾ കുറച്ചൊരു സെഗ്മെൻറ്റ് ഓഫ് ഡിസീസസ് ഉണ്ട്. അതിൽ ഒന്ന് ഈ പ്രൈമറിലി നമ്മൾ കാണുന്നത് ആക്സിഡൻസ് മൂലം ഉണ്ടാകുന്ന ഹെഡ് ഇഞ്ചറി, ആക്സിഡൻസ് കാരണം ഉണ്ടാകുന്ന സ്പൈൻ ഇഞ്ചറി. അതൊരു വലിയൊരു പ്രപ്പോർഷനാണ്. പിന്നെ നമ്മൾ ന്യൂറോ സർജറിയിൽ സാധാരണ ഡീൽ ചെയ്യുന്നത് ബ്രെയിൻ ട്യൂമേഴ്സ്, തലയുടെ ഉള്ളിൽ അല്ലെങ്കിൽ സ്പൈനിൻ്റെ ഉള്ളിലൊരു ട്യൂമർ വളർച്ച വന്നിട്ട് അതുകൊണ്ടുണ്ടാകുന്ന സിംറ്റംസ്. പിന്നെ ഒരു സെഗ്മെൻറ്റ് നമ്മൾ സാധാരണ കാണുന്നത് തലയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലീഡിങ്. അത് ആക്സിഡൻ്റ് അല്ലാത്ത കേസസിൽ രക്തക്കുഴൽ പൊട്ടുക, അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ഒരു ബോൾ ഉണ്ടാവും, അപ്പോൾ അത് പൊട്ടുക, അതുകൊണ്ടുണ്ടാവുന്ന ഒരു ബ്ലീഡിങ്. അത് സെയിം പ്രോബ്ലം സ്പൈനിലും ഉണ്ടാവാം. ആൻഡ് പിന്നെ ഇപ്പോൾ വളരെ കോമൺലി നമ്മൾ കാണുന്നത് യൂഷ്വലി സ്പൈൻ പ്രോബ്ലംസ് ആണ്. ദാറ്റ് ഈസ് ഡിസ്ക് തള്ളി നിന്നിട്ട് ഞരമ്പിൻ്റെ മുകളിൽ തള്ളി നിൽക്കുമ്പോൾ അതിൻ്റെ സിംറ്റംസ്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനിലുണ്ടാകുന്ന ട്യൂമർ, അത് കാരണം ഉണ്ടാകുന്ന പെയിൻ. ഒരു വൈഡ് സ്പെക്ട്രമാണ് ഇതിൽ. അപ്പോൾ ഇത് ഒരു വളരെ ചെറിയ കുട്ടിയിലുണ്ടാവാം, ചെറിയ കുട്ടികളിലും ഉണ്ടാവാം, വളരെ പ്രായമുള്ള ആൾക്കാരിലും ഉണ്ടാവും. അതുകൊണ്ട് ന്യൂറോ സർജറിയുടെ സ്പെക്ട്രം വളരെ ഒരു വൈഡാണ്. ഒന്ന് ഹെഡ് ഇഞ്ചുറി ആണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻറ്റിലൊക്കെ പലപ്പോഴും നമ്മൾ ഈ ഹെഡ് ഇഞ്ചുറി തന്നെ മരണത്തിന് കാരണമാകാറുണ്ട്. ചിലപ്പോൾ മുറിവ് എത്ര ഗൗരവമുള്ളതാണെന്ന് അറിയാതെ തന്നെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയ വേണ്ട ഒരവസ്ഥ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ ശസ്ത്രക്രിയ എങ്ങനെയാണ്, ഏത് അവസരങ്ങളിലാണ് ഇപ്പോൾ ഹെഡ് ഇഞ്ചുറി കൊണ്ട് ശസ്ത്രക്രിയ പറയുന്നതെന്നൊന്ന് പറയും? സാധാരണ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെക്ക് ചെയ്യുന്നത് പേഷ്യൻ്റെ ഒരു കോൺഷ്യസ്നെസ് ലെവലാണ്. അപ്പോൾ പേഷ്യൻ്റെ കാഷ്വാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കോൺഷ്യസ്നെസ് ലെവൽ, നമുക്കൊരു സ്കോറിംഗ് ഉണ്ട്, നമ്മളത് അസസ് ചെയ്യും. എന്നിട്ട് അപ്പം തന്നെ തലയുടെ സ്കാൻ ചെയ്യും, CT സ്കാൻ ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം കഴുത്തിൻ്റെ സ്കാനും കൂടി, സ്പൈൻ്റെ സ്കാനും കൂടി ചെയ്യും. തലയിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നത് പലതരം ഉണ്ടാവാം. ഒന്ന് ഈ തലയുടെ കവറിങ്ങിൻ്റെ പുറത്തുണ്ടാവാം, എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ. അല്ലെങ്കിൽ തലയുടെ ഡ്യൂറ എന്ന് പറയുന്ന കവറിങ്ങും ബ്രെയിനിൻ്റെ ഇടയ്ക്കുണ്ടാവാം, സബ്ഡ്യൂറൽ ഹെമറ്റോമ. അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഉള്ളിലുണ്ടാവാം. ഈ 3 സിറ്റുവേഷനിലും സർജറി വാറൻറ്റ് ചെയ്യും. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. പ്രൈമറി ഫാക്ടർ അതിൽ പേഷ്യൻ്റെ കോൺഷ്യസ്നെസ് ലെവലാണ്. ഓക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം അല്ലേ? മറ്റൊന്ന്, ഇപ്പോൾ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ICUയിലേക്ക് മാറ്റുകയായിരിക്കുമല്ലോ പതിവ്. മറ്റെന്തെല്ലാം ആരോഗ്യ അവസ്ഥകളാണ്, കണ്ടീഷൻസ് ആണ് നമ്മൾക്ക് ഫേവറബിളായി വരേണ്ടത് ശസ്ത്രക്രിയ ചെയ്യാൻ? ഇപ്പോൾ പ്രമേഹ രോഗമുള്ളവർ, അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ നമ്മൾ അതൊന്നും നോക്കില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല. എമർജൻസി സർജറി പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യുക. സിൻസ് ഇറ്റ്സ് ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയർ ആയതുകൊണ്ട് ഡയബറ്റീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇവൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് കൺട്രോൾ ചെയ്യാനാണ് നോക്കുക. യൂഷ്വലി ഒരു ടീം അപ്രോച്ചാണ്. അപ്പം എന്തെങ്കിലും പ്രായമുള്ള ആളാണെങ്കിൽ കാർഡിയക് പ്രോബ്ലം ഉണ്ടെങ്കിൽ കാർഡിയോളജിസ്റ്റ് വരും. ഈ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡയബറ്റോളജിസ്റ്റോ എൻഡോക്രൈനോളജിസ്റ്റ് ആരെങ്കിലും വരും. എന്നിട്ട് എല്ലാവരും കൂടി ഒരു കോർഡിനേറ്റഡ് അപ്രോച്ചാണ് ഇതിന് എടുക്കുക. ന്യൂറോ സർജൻ്റെ ജോബ് പ്രൈമറിലി ആ സിറ്റുവേഷൻ എങ്ങനെ സർജിക്കലി ഓവർകം ചെയ്യുക, ക്ലോട്ട് മാറ്റുക, തലയുടെ പ്രഷർ കുറയ്ക്കുക, വെന്റിലേറ്ററി സപ്പോർട്ട് കൊടുക്കുക. ഒരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ. നമസ്കാരം, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ. പറയൂ. പിന്നെ ഞാൻ കഴുകുമ്പോൾ വീണിട്ട് നട്ടൽ ക്ഷതമായിട്ട് 4 കൊല്ലമായി കിടപ്പിലായിട്ട്. അപ്പൊ ചെറിയ 2 വടിയും കുത്തി മെല്ലെ നടക്കാം. അപ്പോ ഇപ്പൊ കാലിന് 2 പാദത്തിന് ശേഷി കുറവാണ്. അതെ. അത് വീണ സമയത്ത് ഉണ്ടായിരുന്നല്ലോ. വീണ സമയത്ത് 2 പാദം അനങ്ങുന്നത്. ഇപ്പൊ ഒരു ഇടത്തെ കാലിന്റെ പാദം ചെറുങ്ങനെ അനങ്ങുന്നുണ്ട്, അത് യൂഷ്വലി പാദം തീരെ അനങ്ങുന്നില്ല. അതെ, യൂഷ്വലി ഇത് ഒരു പാരാപ്ലീജിയ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. നട്ടലിൽ ഒരു ഇഞ്ചുറി പറ്റിയിട്ട് ഞരമ്പിന് ക്ഷതം വരുന്നതാണ്.
അപ്പോൾ യൂഷ്വലി അത് കംപ്ലീറ്റ് പാരപ്ലീജിയ എന്ന് പറയുന്നത് നമ്മൾ ഈ സർജറി നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നത് പേഷ്യൻറ്റിനെ ഇരുത്താൻ വേണ്ടിയിട്ട് വീൽ ചെയറിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂഷ്വലി വരുന്ന സമയത്ത് കാലിന് ബലക്കുറവോ അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറിയുടെ ഔട്ട്കം നല്ലതാണ് ആൻഡ് പേഷ്യൻ്റ് അതേപോലെ നടക്കാനും പറ്റും. പക്ഷേ സർജറിയുടെ മുന്നിലത്തെ പ്രസൻറ്റേഷനാണ് അതിൻ്റെ ഔട്ട്കമ്മിനെ ബാധിക്കുക. ഡോക്ടർ, ഇപ്പം പല ശസ്ത്രക്രിയകളും കീ ഹോൾ വഴി ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഇപ്പം നമ്മുടെ ഈ തലച്ചോറിൽ ഹെഡ് ഇഞ്ചുറീസിനൊക്കെ ചെയ്യുന്ന ശസ്ത്രക്രിയ അത്തരത്തിലാണോ അതോ തികച്ചും ഓപ്പൺ ആയിട്ടുള്ള ജനറൽ ഇതിലാണോ പോകുന്നത് നമ്മൾ? ഈ കീ ഹോൾ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ചില ഇൻഡിക്കേഷൻസ് ആണ്. ആ പർട്ടിക്കുലർ സിറ്റുവേഷൻസിലാണ് നമ്മളത് എപ്പോഴും അഡ്വൈസ് ചെയ്തത്. മിക്കതും നമ്മൾ കാണുന്നത് പേഷ്യൻസ് വന്നിട്ട് വലിയ ട്യൂമർ വിച്ച് ഐഡിയലി റിക്വയർസ് ആൻ ഓപ്പൺ സർജറി, അതിന് വന്നിട്ട് കീ ഹോൾ സജഷൻസ് ചോദിക്കാറുണ്ട്. അത് അങ്ങനെയല്ല. ഐഡിയൽ ഇപ്പം നമ്മൾ ചില പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ് ഉണ്ട്, നമ്മൾ മൂക്കിൽ കൂടെയാണ് എൻഡോസ്കോപ്പി വഴി ഓപ്പറേറ്റ് ചെയ്യുന്നത്, പുറമേ സ്കാർ ഉണ്ടാവില്ല. അതേസമയത്ത് ഈ ഫേഷ്യൽ പെയിൻസ് ഉണ്ട് കുറേ, ഈ ട്രൈജമൽ ന്യൂറാലജി ഒക്കെ പറയുന്ന കണ്ടീഷൻ, അതും നമ്മൾ കീ ഹോൾ വഴി എൻഡോസ്കോപ്പി വഴി ചെയ്യാറുണ്ട്. അപ്പോൾ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എമർജൻസി ഇപ്പം ഈ തലയിൽ ബ്ലീഡിംഗ് ഉണ്ട്. യൂഷ്വലി നമ്മൾ ചില കാണുന്നത് ഈ BP കൂടിയിട്ടുണ്ടാകുന്ന ഒരു ബ്ലീഡിംഗ് കണ്ടീഷൻ ഉണ്ട്. കുറച്ച് പ്രായമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അൺകൺട്രോൾ ഹൈപ്പർ ടെൻഷൻ, അവർക്ക് നമുക്ക് കീ ഹോൾ വഴി ഇവാക്വേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ സാധാരണ അത് അബ്സർവ് ചെയ്യും കീ ഹോൾ, ബിക്കോസ് ഈ എവാക്വേഷൻ മാത്രമല്ല, അത് തലയുടെ പ്രഷറും കൂടി കുറയ്ക്കണം, ഇൻട്രാക്രേനിയൽ പ്രഷർ കുറയ്ക്കണം. അത് സാധാരണ കുറയുന്നത് തലയുടെ തലച്ചോറ് എല്ല് മാറ്റി വെക്കുമ്പോഴാണ്. സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കീ ഹോൾ വഴി ചെയ്യാറുണ്ട്. അതേപോലെ സ്പൈനിലും ഇപ്പം ഈ പറഞ്ഞ പോലെ ഫ്രാക്ചേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കീ ഹോൾ വഴി സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ചോദിച്ചോളൂ. ഞാൻ ഡോക്ടറെ അടുത്താണ്. ഞാനൊരു 4 കൊല്ലം മുന്നേ വീണതാണ്. അപ്പോൾ അതിന്റെ സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 4 കൊല്ലം ആയിട്ടും അതിന്റെ പൂർണ്ണമായിട്ടും അത് മാറുന്നില്ല. പ്രീവിയസ് കോളറാണ് അത്? അല്ല, ഒന്നുകൂടെ ചോദിച്ചോളൂ, വ്യക്തമായില്ല. ഹലോ, ഞാൻ 4 കൊല്ലം മുന്നേ അത് കട്ടായി ഒരേ കാര്യം തന്നെയാണോ പറയുന്നത് അല്ലേ? ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ 4 കൊല്ലം മുന്നേ ഞാൻ ഒരു ആക്സിഡന്റ് പറ്റി വീണതാണ്. ഹലോ സാറേ, പറഞ്ഞോളൂ. ഞാൻ 4 കൊല്ലം മുന്നേ ഒരു ആക്സിഡന്റ് വീണതാണ്. പറഞ്ഞോളൂ, ബാക്കി ചോദിച്ചോളൂ. മറ്റേ സ്പൈനൽ കോഡിന്റെ നരമ്പിന് ചെറിയ ചതവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പൂർണ്ണമായിട്ടും അവിടെ മാറുന്നില്ല. അതെ, അത് തരിപ്പും കാര്യങ്ങളൊക്കെ ഒരു കാലിന് കുറെ ശേഷി കുറവുണ്ട്. അത് ഉണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വീണ സമയത്ത് എത്രത്തോളം ഞരമ്പിന് ക്ഷതമുണ്ട് അതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാവുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞരമ്പിനൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഇപ്പോൾ തൊലിക്കൊരു ഡാമേജ് വന്നിട്ട് തൊലി റിക്കവർ ചെയ്യുന്ന പോലെ ഞരമ്പിനുള്ള എബിലിറ്റി ഇല്ല അത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഒരു റെസിഡുവൽ ഡെഫിസിറ്റ് നമ്മൾ പറയാറുണ്ട്. അത് ഈ ആക്സിഡൻ്റ് സമയത്ത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും അതിൻ്റെ ഔട്ട്കം. ഓക്കെ ഡോക്ടർ, ഇപ്പം നമ്മൾ ഹെഡ് ഇഞ്ചുറിക്ക് എമർജൻസി സിറ്റുവേഷനിലുള്ള ശസ്ത്രക്രിയയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ശസ്ത്രക്രിയ എത്ര സമയം എടുക്കുന്നുണ്ട് ഇത് ചെയ്യാനായിട്ട്? എത്ര നേരം ഹോസ്പിറ്റലിൽ, എത്ര ദിവസം അല്ലെങ്കിൽ കിടക്കേണ്ടി വരും? അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. സാധാരണ ഒരു ആക്സിഡൻറ്റ് കേസ് വരുന്ന സമയത്ത് എന്ത് ടൈപ്പ് ഓഫ് ഇഞ്ചുറിയാണ്, കൂടെ അസോസിയേറ്റഡ് വേറെ ഇഞ്ചുറീസ് ഉണ്ടോ, ഇതാണ് നമ്മുടെ പ്രൈമറി കൺസേൺ. അപ്പം ഈ ഒരു നോർമൽ ഓൺ ആൻ ആവറേജ് നമ്മളൊരു സിമ്പിൾ ഒരു ബ്ലീഡിങ് ഇവാക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനധികം സമയം എടുക്കുന്നുണ്ടാവില്ല, ഒരു 2 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ടാവുള്ളൂ. പേഷ്യൻറ്റിൻ്റെ ഈ ബ്ലഡ് ക്ലോട്ട് മാത്രമല്ല, ഞരമ്പിന് എത്രത്തോളം ക്ഷതം പറ്റിയിട്ടുണ്ട്, ബിക്കോസ് അത് കോൺഷ്യസ്നെസ്സിനെ ബാധിക്കും. പിന്നെ കൂടെ അസോസിയേറ്റഡ് എങ്ങനെ ഇഞ്ചുറീസ് ഉണ്ട്, കഴുത്തിന് സ്പൈൻ ഇഞ്ചുറി ഉണ്ടോ, നട്ടലിന് ഇഞ്ചുറി ഉണ്ടോ, ചെസ്റ്റിന് ഇഞ്ചുറി ഉണ്ടോ, അബ്ഡോമിനൽ ഇഞ്ചുറി ഉണ്ടോ. ഈ വെന്റിലേറ്ററിൽ കുറേ സമയം കിടക്കും പേഷ്യൻസ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. തലച്ചോറിനെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ബ്രെയിൻ ട്യൂമറുകൾ. ഇത് കേൾക്കുമ്പോൾ തന്നെ കാര്യം കൃത്യമായി ചികിത്സിച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കൃത്യമായ ചികിത്സയുണ്ടെങ്കിൽ പോലും ബ്രെയിൻ ട്യൂമറാണെന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ഭയമാണ്. അപ്പോൾ അതിന് ശസ്ത്രക്രിയയിലൂടെ എപ്പോഴൊക്കെയാണ് പരിഹാരങ്ങൾ കാണുന്നത്? ബ്രെയിൻ ട്യൂമർ സാധാരണ
ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ഏത് സ്ട്രക്ചറിനും വളർന്നു വരാം. അല്ലാതെ എന്ന് വെച്ചാൽ ഈ ബോഡിയുടെ വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് മെറ്റസ്റ്റസൈസ് ചെയ്യുക. ഇപ്പോൾ ക്യാൻസർ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തലച്ചോറിലേക്ക് മെറ്റസ്റ്റസൈസ് ചെയ്യാം. ഐദർ സിറ്റുവേഷനിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റസിസ്. ഈ പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ് തലയുടെ ഉള്ളിൽ കുറേ സ്ട്രക്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഇപ്പം തലയുടെ ഞരമ്പെന്ന് വരാം, അതിൻ്റെ കവറിങ് ഡ്യൂറ എന്ന് പറയുന്ന അതിൻ്റെ കവറിങ് വരാം, അല്ലെങ്കിൽ ബോണിന്ന് വരാം. നമ്മൾ ഈ എല്ലാ സിനാരിയോയിലും അതിനെ നമ്മൾ പേഷ്യൻ്റെ സിംറ്റംസും ഏജും നോക്കിയിട്ടാണ് നമ്മളതിന് ഒരു സർജിക്കൽ അപ്രോച്ച് എടുക്കുക. പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. അത് അങ്ങനത്തെ ഒരു ട്യൂമർ സിറ്റുവേറ്റഡ് ആണെങ്കിൽ നമ്മളത് കീ ഹോൾ വഴി മൂക്കിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റേഷനും കൈൻഡ് ഓഫ് ട്യൂമർ അത് നമുക്കൊരു സാധാരണ ഒരു പ്രീ ഓപ്പറേറ്റീവ് ഇമേജിങ് MRI കാണുമ്പോൾ ഒരു റഫ് ഐഡിയ വരും. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുക സാധാരണ. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ സാറേ, ഞാൻ ചോദിച്ചോളൂ ഡോക്ടറോട്. ബോംബെയിൽ ഒരു അപകടത്തിൽ ട്രെയിൻ അപകടം ഉണ്ടായി 9 വർഷം മുമ്പ്. അപ്പോൾ എൻ്റെ തലയ്ക്കൊരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഹലോ, പറഞ്ഞോളൂ. തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് നാട്ടിലെത്തി. ഇൻഡോ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അവിടെ നിന്നും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിസ്ചാർജ് ആയി. എനിക്ക് വീട്ടിൽ ചെന്ന് കൈക്ക് ഭയങ്കര വേദന എന്ന പേരില് വീണ്ടും ഒരു എല്ല് വിദഗ്ധനെ കണ്ടു. അപ്പൊ പുള്ളി പറഞ്ഞു പെരളയിൽ ചർമ്മം അന്ന് വീണപ്പോ തെന്നിപ്പോയതാണ്, ബെൽറ്റ് ഇട്ടാൽ ശരിയാകും, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു, അമൃതയില് ഓപ്പറേഷൻ ചെയ്തു. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പോഴത്തെ സംശയം എന്താണെന്നൊന്ന് ചുരുക്കി ചോദിക്കോ? ഇപ്പൊ സംശയം ഒന്ന്, ഈ തലയിൽ ഇപ്പോഴും ഒരു കുഴി പോലെ തോന്നുന്നുണ്ട്. ആ കുഴിയിൽ ചെറുതായിട്ടൊന്ന് മുട്ടിക്കഴിഞ്ഞാൽ, കുഴിയിൽ മുട്ടിക്കഴിഞ്ഞാൽ അകത്ത് എന്തോ മുട്ടുന്നോട് തോന്നും. പക്ഷെ ബാക്കി മുട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും തോന്നിട്ടില്ല. അതെ, അത് സാധാരണ നമ്മൾ തല ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തലയുടെ എല്ല് മാറ്റി വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യുക. എന്നിട്ട് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ എല്ല് തിരിച്ചു വെക്കുക ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിന് ചെറിയ ഹോൾസ് ഉണ്ടാക്കും. ആ എല്ല് മാറ്റാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മളൊരു ഡ്രിൽ ചെയ്തിട്ടാണ് അത് മാറ്റുക. അപ്പോൾ ചെറിയ ഹോൾസ് ഉണ്ടാക്കും. ആ ഗ്യാപ്പാണ് ഈ പറയണത്. ഭയപ്പെടാനൊന്നുമില്ല. ഇല്ല, അത് സാധാരണ അത് ഭയപ്പെടാനില്ല. അത് വല്ലാതെ നമുക്ക് ട്രബിൾസം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് ചെറിയ ടൈറ്റാനിയം പ്ലേറ്റ്സ് വെച്ചിട്ട് അത് ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡോക്ടർ, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും രോഗി ഇത്തരം കാര്യങ്ങളിൽ ടെക്നിക്കലി ഒന്നും അധികം അറിവുള്ള ആളായിരിക്കില്ല. ഇതുപോലുള്ള ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോൾ ഡോക്ടറും രോഗിയും തമ്മിലുള്ള കൃത്യമായൊരു ആശയവിനിമയം നടക്കേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ? ഡെഫിനറ്റ്ലി നമ്മളത് പറയാറുമുണ്ട്. ജനറലി നമ്മുടെ കാണുന്ന ഇത്രയും കോൺഷ്യസ് ആയിട്ട് പറയുന്നത് പോപ്പുലേഷൻ വളരെ കുറവാണ്. ജനറലി നമ്മളൊരു ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിവിയറിറ്റി അത് മാനേജ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് പേഷ്യൻസ് ആ കംഫർട്ടബിൾ. പിന്നെ ഇങ്ങനത്തെ സിനാരിയോ കുറച്ച് കഴിയുമ്പോഴാണ് വരുന്നത്. അതൊരു കോസ്മെറ്റിക് ഏരിയയിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഫേസിൻ്റെ ഫ്രണ്ടിലാണ്, തലയുടെ ഫ്രണ്ടിലാണെങ്കിൽ നമ്മളത് പേഷ്യൻ്റ് തുടക്കത്തിൽ തന്നെ പറയുമ്പോൾ നമ്മളത് അഡ്രസ്സ് ചെയ്യും. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ലേറ്റർ സ്റ്റേജിൽ ഒരു ചെറിയൊരു പ്ലേറ്റ് ഇട്ടിട്ട് ആ ഹോൾസ് നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്യാം. അത് ഒരു വലിയ വിഷയം അല്ല. ഡോക്ടർ, ഇപ്പം ശസ്ത്രക്രിയ വേണ്ടി വരുന്ന മറ്റൊരു ഏരിയ ഡോക്ടർ പറഞ്ഞത് തലച്ചോറിലുണ്ടാവുന്ന രക്തസ്രാവം പല കാരണങ്ങൾ കൊണ്ട് അല്ലേ? ഏതെല്ലാം അവസരത്തിലാണ് ഇത് വേണ്ടി വരുന്നത്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഹൈപ്പർടെൻസീവ് BP ഉള്ള പേഷ്യൻസ് ആണ്, അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലീഡ് ചെയ്യാം, തലയിലേക്ക് ബ്ലീഡിങ് വരാം, പെട്ടെന്നൊരു സൈഡ് തളർന്നു പോവുക, ബോധാവസ്ഥ കുറയുക. അതൊരു കണ്ടീഷനാണ്. നമ്മളത് ചില കേസസിൽ ചില കേസസിൽ ഇൻ്റർവീൻ ചെയ്യാറുണ്ട്. പിന്നെ തലയുടെ രക്തക്കുഴൽ റപ്ചർ ചെയ്യുക, പൊട്ടുക, അന്യൂറിസം എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ ലാംഗ്വേജ്. അന്യൂറിസം റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് എവിടുന്ന ബ്ലീഡ് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മളൊരു ആൻജിയോഗ്രാം ചെയ്തിട്ട് അത് ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ഒന്നിൽ അത് സർജിക്കലി ഓപ്പറേറ്റ് ചെയ്യുക, ക്ലിപ്പ് ചെയ്യുക, അല്ലാന്ന് വെച്ചാൽ എൻഡോവാസ്കുലർ വഴി ക്ലോസ് ചെയ്യുക. ഇതേപോലത്തെ ഒരു സിനാരിയാണ് AVM, ആർട്ടീരിയോവീനസ് മാൽഫോർമേഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയുടെ രക്തക്കുഴലുകൾ ഒരു ബോൾ പോലെ കട്ട പോലെ ഉണ്ടാവും, അത് എവിടെയെങ്കിലും ബ്ലീഡ് ചെയ്യാം. അപ്പോൾ അതും നമ്മൾ സാധാരണ ആൻജിയോഗ്രാം ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് സർജിക്കലി ഓപ്പറബിൾ ആണെങ്കിൽ സർജിക്കലി ഓപ്പറേറ്റ് ചെയ്യും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻഡോവാസ്കുലർ സർജറി വഴി അത് കോയിൽ ചെയ്യണമെങ്കിൽ അത് അങ്ങനെ ചെയ്യും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ പറയൂ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, പറയൂ, ചോദിച്ചോളൂ. ഇത് കണ്ണൂരിന്നാ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ചോദ്യം പൂർത്തിയാക്കിക്കോളൂ. അതായത് തലയ്ക്ക് മുകൾ
ഭാഗത്തുനിന്ന് ഇടത് വശത്ത് ചെറിയ വേദന, ഒരു പെരുപ്പോ. ക്ലിയർ അല്ല അല്ലേ? ഇല്ല, മനസ്സിലാവണില്ല. ഒന്നുകൂടെ ചോദിക്കാമോ? ഹലോ, ഒന്നുകൂടെ ചോദിക്കാമോ? ആ ആ. തലയുടെ ഇടതുവശത്ത് മുകളിൽ ഭാഗത്ത് ചെറിയൊരു ഒരു പെരുപ്പ് പോലെ ഒരു വേദനയില്ല. ഒരു പ്രാവശ്യം വീണിരുന്നു. അപ്പൊ അത് ഞരവിന്റെ പ്രശ്നം ആണോ? അത് ഇങ്ങനത്തെ ഒരു സിംറ്റം കുറേ കണ്ടീഷൻസിൽ ഉണ്ടാവാം. സാധാരണഗതിയിൽ ഇപ്പോൾ ചെറിയൊരു മൈഗ്രെയിൻസ് കണ്ടീഷനിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവാം. അല്ലാന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ഡിസ്ക്. ഇത് ശരിക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പ്രോപ്പറായിട്ടൊരു ഡോക്ടറിനെ കണ്ടിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ നട്ടെല്ലിലുണ്ടാകുന്ന ഏതെല്ലാം പ്രശ്നങ്ങൾക്കാണ് ശസ്ത്രക്രിയയിലൂടെ പരിഹാരമുള്ളത്? വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഡിസ്ക് തള്ളി നിന്നിട്ട് ഞരമ്പിനെ തൊടുക അല്ലെങ്കിൽ ഞരമ്പിനെ പ്രസ് ചെയ്യുക. അതുകൊണ്ട് ശക്തിയായ ഷോക്ക് അടിക്കുന്ന വേദന കയ്യിൽ കാലിലേക്ക് വരിക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് തള്ളി നിന്നിട്ട് മൂത്ര തടസ്സം ഉണ്ടാവുക. ആ മൂത്രസഞ്ചിയിലേക്ക് പോകുന്ന ഞരമ്പുകളെ പ്രസ് ചെയ്യുക. വളരെ ഒരു കോമൺ ഡിസ്ക്കാണ് വളരെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. പിന്നെ നമ്മൾ കാണുന്നത് ഈ ആക്സിഡൻസ് മൂലം ഉണ്ടാകുന്നത് സ്പൈനിനുള്ളൊരു പ്രോബ്ലം. പിന്നെ നമ്മൾ കാണുന്നത് ട്യൂമേഴ്സ്, ദാറ്റ് ഈസ് നട്ടലിൻ്റെ ഉള്ളിൽ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ട്യൂമർ കാരണം ഉണ്ടാകുന്ന പെയിൻ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില കേസസിൽ നമ്മളിപ്പം എല്ല് തമ്മിൽ തെന്നി നിൽക്കുക. അത് ജന്മന ഉണ്ടാവാം, ആക്സിഡൻറ്റ് മൂലം ഉണ്ടാവാം, അല്ലാതെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ലിസ്റ്റസിസ് അതിപ്പോൾ എവിടെയും ബാധിക്കാം. സർവൈക്കൽ, ദാറ്റ് ഈസ് കഴുത്തിൻ്റെ താഴെയുള്ള സ്പൈനിൽ, അല്ലാന്ന് വെച്ചാൽ ലംബാർ സ്പൈനിൽ. ഇത് ഒരു വെറൈറ്റി ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഈ നട്ടലിൽ ഏത് പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പെയിൻ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഈ ട്യൂമർ വരുമ്പോൾ നമ്മൾക്ക് ഈ പെയിൻ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാവുമോ, അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിൻ്റെ ഈ രോഗനിർണയത്തിലേക്ക് നമ്മൾ പോകുന്നത്? സാധാരണ ഈ സ്പൈൻ ദാറ്റ് ഈസ് ഞരമ്പിലുണ്ടാവുന്ന ട്യൂമർ ആണെങ്കിൽ ചെറുതാണെങ്കിലും അതൊരു ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന ഒരു സെൻസേഷൻ ഉണ്ടാക്കും. ഒരു കോൺസ്റ്റൻറ്റ് തുടർന്നൊരു പെയിൻ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പേഷ്യൻ്റ് വരുമ്പോഴാണ് നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സിംറ്റംസ് അസസ് ചെയ്തിട്ടാണ് MRI ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ ട്യൂമർ കാണാം. അങ്ങനത്തെ സിനാരിയോയിലാണ് നമ്മളത് പിന്നെ അതിന് സർജറിക്ക് അഡ്വൈസ് ചെയ്യുന്നത്. ചില കേസസിൽ ഈ പറഞ്ഞ പോലെ ഈ സ്പൈനിലേക്ക് വേറെ അസുഖം കാരണം ഈ മെറ്റാസ്റ്റസൈസ് ചെയ്യാം. ദാറ്റ് ഈസ് സ്പൈനിലേക്ക് മെറ്റാസ്റ്റാസിസ് വരാം. അതുകൊണ്ട് പ്രോബ്ലംസ് ഉണ്ടാവാം. കുറച്ച് സാധാരണ നമ്മളിപ്പം ലങ് ക്യാൻസർ അല്ലെങ്കിൽ മൈലോമ അങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ സിനാരിയോയിലും നമ്മൾ ഈ സാധാരണ അത് ബോണിലാണ് ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. അതും സർജിക്കലി ഒരു ട്രീറ്റബിൾ കണ്ടീഷനാണ്, അല്ലെങ്കിൽ സർജിക്കലി കൺട്രോളബിൾ ഒരു കണ്ടീഷനാണ്. ഓക്കെ ഡോക്ടർ, പലപ്പോഴും ഈ നട്ടെല്ല് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് കരുതിയിട്ട് പലപ്പോഴും ഓർത്തോപീഡിയാട്രീഷ്യനെ കാണാൻ പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ സർജനെ കാണാൻ പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും രോഗികൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണല്ലോ. അത് ജനറലി ഈ ലോ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ മിക്കതും ഫസ്റ്റ് ഒപ്പീനിയൻ ഓർത്തോപെഡിക് സർജനാണ് എല്ലാവരും കാണാൻ പോവാറ്. അവർ പേഷ്യൻസിനെ കാണാറുമുണ്ട്, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാറുമുണ്ട്. ഓർത്തോപെഡിക് സർജൻസ് സ്പൈൻ സർജറി ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ആൻഡ് ദേ ഓപ്പറേറ്റ് ഓൺ സ്പൈൻ ഓൾസോ. ന്യൂറോ സർജറിയിൽ സ്പൈൻ ഒരു സബ് സ്പെഷ്യലൈസേഷൻ പോലെയാണ്. അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഏരിയാസ് ഉണ്ട്. നമ്മളിപ്പം ഈ ക്രേനിയോവെർട്ടിബ്രൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് കഴുത്തും സർവൈക്കൽ സ്പൈൻ്റെ ഇടയ്ക്കുള്ള ഏരിയ, അല്ലെങ്കിൽ സർവൈക്കൽ സ്പൈൻ എന്ന് വെച്ചാൽ കഴുത്തിലുള്ള സ്പൈൻ, പിന്നെ തൊറാസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെയും ആ ലംബാർ ഏരിയയുടെ ഇടയ്ക്കുള്ള സ്പൈൻ. അപ്പോൾ അങ്ങനത്തെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട് ന്യൂറോ സർജറിയിൽ. ആ സ്പെസിഫിക് ഏരിയാസ് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നാച്ചുറലി ഒരു ഏരിയ സബ് സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ ദ സർജിക്കൽ ഔട്ട്കം, അവരുടെ കയ്യിലുള്ള സർജിക്കൽ ഔട്ട്കം ഈസ് ഓൾവേസ് ബെറ്റർ. പിന്നെ ഈ ട്യൂമറിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെട്ടെന്ന് അപകടത്തിലൊരു തകരാറുണ്ടായാലും ഇതിനൊക്കെ ശസ്ത്രക്രിയയുടെ രീതികൾ മാറുന്നുണ്ടോ? അതെ, ഈ ഒരു ട്യൂമർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ന്യൂറോഫൈബ്രോമ, ദാറ്റ് ഈസ് ഞരമ്പെന്ന് റൈസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. ഞരമ്പെന്ന് റൈസ് ചെയ്യുന്ന ഒരു ട്യൂമർ. അത് വളരെ ഒരു മൈക്രോസ്കോപ്പിക് ആണ്, മൈക്രോ ന്യൂറോ സർജറിയാണ്. നമ്മൾ
വളരെ ഒരു പ്രിസൈസ് ആയിട്ട് മാക്സിമം ഈ പ്രിസർവ് ചെയ്തിട്ട് സ്ട്രക്ചേഴ്സിനെ പ്രിസർവ് ചെയ്തിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ എപ്പോഴും നോക്കുക. ഇപ്പം ആക്സിഡൻറ്റ് കേസസ് ആണെങ്കിലും ഇപ്പം ആക്സിഡൻറ്റ് കേസസിൽ പേഷ്യൻറ്റിന് വീക്ക്നെസ് ഇല്ല അല്ലെങ്കിൽ ബലക്കുറവില്ല, ഡെഫിസിറ്റ്സ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കീ ഹോൾ വഴി അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് കീ ഹോൾ വഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അപ്രോച്ചും ഒരു ഓപ്പൺ സർജറി ഓപ്പൺ ചെയ്തിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സ്ക്രൂ ഇടുക അല്ലെങ്കിൽ റോഡ് ഇടുക അല്ലെങ്കിൽ പ്ലേറ്റ് ഇടുക, അതിന് അപ്രോച്ചിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ, ദ കൈൻഡ് ഓഫ് ഇഞ്ചറി, ദ കൈൻഡ് ഓഫ് പ്രസൻറ്റേഷൻ, നമ്മൾ എപ്പോഴും സർജിക്കൽ അപ്രോച്ച് അതിൻ്റെ ടൈലർ ചെയ്യും. ഇപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഇവർ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്നുണ്ട്? ഇപ്പോൾ കീ ഹോളിനാണെങ്കിൽ ശരി 1-2 ദിവസം മതിയാവുന്നു അല്ലേ? അല്ലാത്തപ്പോൾ ഇപ്പം നമ്മളൊരു സ്റ്റെബിലൈസേഷൻ പ്രൊസീജിയർ, സപ്പോസ് ഫോർ എക്സാമ്പിൾ സ്റ്റെബിലൈസേഷൻ എല്ല് തെന്നി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളൊരു 4-5 ദിവസം വെക്കാറുണ്ട്. എന്നിട്ട് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് എടുക്കാൻ വിളിക്കാറാണ് പതിവ്. ആക്സിഡൻറ്റ് കേസസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പാരപ്ലീജിയ, ദാറ്റ് ഇസ് കാല അനങ്ങണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റൽ സ്റ്റേ നീണ്ടുപോകും. ബിക്കോസ് അവർക്ക് മൂത്രത്തിൻ്റെ സിംറ്റംസ് ഉണ്ടാവും, ശോധനയ്ക്ക് കൺട്രോൾ ഉണ്ടാവില്ല. അപ്പം നമ്മൾ സർജറി മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ, അതിന് സമയമെടുക്കും. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ പ്രസൻറ്റേഷൻ, ഈ മിനിമൽ ഇൻവേസീവ് സ്റ്റെബിലൈസേഷൻ, കീ ഹോൾ വഴി സ്റ്റെബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ കീ ഹോൾ ഡിസ്ക് സർജറി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു 48 hours, 24 to 48 hours ആണ് ഹോസ്പിറ്റൽ സ്റ്റേ. ഓക്കെ. ഇത് കഴിഞ്ഞാൽ ഇവർ ഫോളോ അപ്സ് എങ്ങനെയാണ്? ഇവർ തികച്ചും സാധാരണ നിലയിലേക്ക് ഇവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എപ്പോഴാണ്? യെസ്, അത് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി കീ ഹോൾ ഡിസ്ക് സർജറി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയുന്ന സ്പോർട്സ്മെൻ ഉണ്ട്, അവർ തിരിച്ച് സ്പോർട്സിലേക്ക് പോകാറുണ്ട്. ദേ റെസ്യൂം ഓൾ നോർമൽ ആക്ടിവിറ്റീസ്. പക്ഷേ നമ്മൾ പറയുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ. വളരെ സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും പറയണത് അവോയ്ഡ് പ്രൊലോങ് സിറ്റിംഗ്, അധികം സമയം ഇരിക്കരുത്. ഒരു മോർ ദാൻ 40 minutes അറ്റ് എ സ്ട്രെച്ച് ഇരിക്കരുത്. മോർ ദാൻ 40 minutes ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഡിസ്കിൻ്റെ മുകളിലത്തെ പ്രഷർ കൂടുക ചെയ്യുക. സോ പിന്നെ സ്വിമ്മിങ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐഡിയലാണ്. വാക്കിംഗ് ഫോർ ലോങ് ഡിസ്റ്റൻസ്, ഇതൊക്കെ വളരെ ഒരു പ്രിവെൻറ്റീവ് കെയർ ആണ് സ്പൈനിൻ്റെ. ആൻഡ് ആസ് ന്യൂറോ സർജൻ നമ്മൾ വാട്ട് വി ഷുഡ് എയിം ഈസ് മോർ ഓഫ് പ്രിവെൻറ്റീവ് കെയർ. എങ്ങനെയാണ് ഈ അസുഖം വരാതിരിക്കുക? അതെ. ഡോക്ടർ, ഇപ്പോൾ ഇത്തരം ശസ്ത്രക്രിയകൾ പലപ്പോഴും ചെയ്യുമ്പോൾ ഒരു ഭയത്തോടു കൂടിയാണ് എല്ലാവരും നോക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഭയം ആവശ്യമുണ്ടോ? പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഭയം ജസ്റ്റിഫൈഡ് ആണ്. ആസ് ന്യൂറോ സർജൻസ് നമ്മൾ ട്രെയിൻഡ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും ആ കോൺഫിഡൻസ് പേഷ്യൻറ്റിന് കൊടുക്കാൻ ശ്രമിക്കും. അത് മാത്രമല്ല വളരെ സ്വാഭാവികമായിട്ട് അവർക്ക് തിരിച്ചു വരാനും കഴിയുന്നുണ്ട് അല്ലേ? ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.